രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ തെറ്റായിട്ടുള്ള നിലപാടിനെ തിരുത്താനും അതിനെ ചോദ്യം ചെയ്യാനും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സംഘടിക്കുകയും അതിൻ്റെ സമരാവേശം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്ത വിദ്യാർത്ഥി യുവജനങ്ങൾക്കും ആ സമരത്തെ പിന്തുണച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ സമര കാലഘട്ടത്തിൽ അവർ സഹിച്ച ത്യാഗങ്ങളും അവരേറ്റുവാങ്ങിയ പീഡനങ്ങളും കേന്ദ്ര സർക്കാർ അവരുടെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പലവിധമായ മർദ്ദനമുറകളും അഴിച്ചുവിട്ടിരുന്നു. അതേപോലെ തന്നെ ഗോദി മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ വേണ്ടി അപസർപ്പ കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ഹിന്ദുത്വവാദികൾ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ നാവുകളിലെ അവരുടെ ഉള്ളിലെ വിഷങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വർഷിച്ചുകൊണ്ട് ഈ സമരത്തെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് ചിത്രീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ സമരം അവർ വിജയിപ്പിച്ചെടുത്തത്. എന്തായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഈ സമരത്തെക്കുറിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ പ്രചരിപ്പിച്ചത്? ഒത്തുമില്ല. ഈ സമരത്തെ അടിച്ചമർത്തും, ഈ രാജ്യം ഭരിക്കുന്നത് ആരാണെന്നറിയാവോ? എന്തൊക്കെയായിരുന്നു അടിച്ചിറക്കി വിട്ടത്? ഈ രാജ്യത്തിൻ്റെ യുവതയെ ഏതൊക്കെ രീതിയിലായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളടക്കമുള്ള വിഷജീവികളും ആക്ഷേപിച്ചത്? പണത്തിന് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്, അവർ മദ്യപിക്കാൻ വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത് ആയിരുന്നു. ഈ രാജ്യം ഭരിക്കുന്നത് ആരാണെന്നറിയാവോ? BJPക്ക് എത്ര ആളുകളുണ്ടെന്നറിയാവോ? ഇവരൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സമരത്തിൻ്റെ ഗതി എന്താകുമെന്നറിയാവോ? നിങ്ങൾ ഉന്മാദ ലോകത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ പോലെ ചിന്തിച്ചു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. കാരണം രാജ്യത്തെ ജനശക്തിക്ക് മുന്നിൽ എത്ര കോട്ട കെട്ടി അതിനുള്ളിൽ വലിയ നേതാവായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടവനായാലും ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ജനശക്തി എന്ന് പറയുന്നത്. എത്ര വലിയ തോക്കിനും ലാത്തിക്കും ഈ രാജ്യത്തിൻ്റെ യുവതയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ജനങ്ങൾ സംഘടിച്ച് തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഭരണകൂടങ്ങളുടെ ഒരു മർദ്ദനമുറകൾക്കും അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കത്തില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകളാണ് നിങ്ങളുടെ നേതാക്കന്മാർ, രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ഈ സമരത്തിലെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് വഴിവെച്ചതും അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരും നിങ്ങളുടെ നേതാക്കന്മാർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ്. നിങ്ങൾ മനക്കോട്ട കെട്ടിയതുപോലല്ല രാജ്യത്തിൻ്റെ കാര്യങ്ങൾ. രാജ്യത്തിൻ്റെ ജനതയുടെ വികാരത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളുടെ കോട്ടകൾക്കുള്ളിൽ നിന്നും നിങ്ങൾ താഴേക്ക് പതിച്ചിരിക്കും. നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കാനുള്ളതാണ് ഈ സമരം.